ഇപ്പൊ കോൺഗ്രസിന്റെ G23 നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നു, ഇനി കോൺഗ്രസിലെ ഗാന്ധി കുടുംബത്തിന്റെ തേർവാഴ്ച ഞങ്ങൾ അംഗീകരിക്കുകയില്ല. ഞങ്ങൾ ഇടതുപക്ഷക്കാർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് തകരരുത്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ പോലെയല്ല, ഞങ്ങൾ ലീഗിനെ പോലെയല്ല. നിങ്ങൾ നോക്ക, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി എവിടെയാണോ താഴ്ന്നു പറക്കുന്നത് അവിടെ ആഹ്ലാദ നൃത്തം ചവിട്ടും മുസ്ലിം ലീഗ്. എന്നാൽ അതുപോലെയല്ല ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് തകരാൻ പാടില്ല, ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് തകർന്നു പോകരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നത്? നിങ്ങൾ നോക്ക, ഞങ്ങളോട് ചോദിച്ചല്ലോ നിങ്ങൾ എവിടെയാണുള്ളത് എന്ന്. ഈ രാജ്യത്ത് ത്രിപുര ഇടതുപക്ഷം ഭരിച്ചിരുന്നു, ബംഗാൾ ഇടതുപക്ഷം ഭരിച്ചിരുന്നു. ത്രിപുര ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാലത്ത്, ത്രിപുര ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന്റെ കീഴിലുള്ള കാലത്ത് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ ത്രിപുരക്കകത്ത് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു വർഗീയ കലാപം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? വെസ്റ്റ് ബംഗാളിനകത്ത് ഒരു വർഗീയ കലാപത്തെ കുറിച്ച് അതിന്റെ ഏതെങ്കിലും ഒരു വാർത്ത നമ്മുടെ നാട്ടിലെ ആളുകൾ, ജനാധിപത്യ വിശ്വാസികൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പ് ഈ കേരളത്തിൽ നിങ്ങളൊരു പരിപാടി സംഘടിപ്പിച്ചല്ലോ. എന്തായിരുന്നു ആ പരിപാടിയുടെ പേര്? ആ പരിപാടിയുടെ പേര് ത്രിപുരയിലെ ജനങ്ങളോട്, ത്രിപുരയിലെ മുസ്ലിം ജനസാമാന്യത്തോട് ഐക്യപ്പെടണമെന്ന പേരിൽ ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലും മുസ്ലിം ലീഗ് എന്തേ നിങ്ങൾക്ക് പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത്? മുസ്ലിം ലീഗിന്റെ പരിപാടിയാണ്. എന്താ പരിപാടിയുടെ പ്രത്യേകത? ത്രിപുരയിലെ മുസ്ലിം ജനസാമാന്യത്തോട് ഐക്യപ്പെടണം. ഇതാണ് മുസ്ലിം ലീഗ് ഈ കേരളത്തിൽ പറയുന്നത്. എന്താ സംഭവിച്ചത്? ത്രിപുരയിലെ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിച്ചു. അവിടെ ഇപ്പൊ ഭരിക്കുന്നത് BJP ആണ്. ത്രിപുരയിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അവസാനിച്ചു. അവിടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വന്നത് BJPയുടെ മുഖ്യമന്ത്രിയാണ് ഇപ്പൊ ത്രിപുര ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, വിപ്ലവ് ദേവ് കുമാർ. എന്താ ത്രിപുരയിലെ പ്രത്യേകത? എന്താ ഇപ്പോ ത്രിപുരയിലെ സ്ഥിതി? ഞങ്ങൾ ചോദിക്കട്ടെ, ത്രിപുരയിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം പോയി BJP അധികാരത്തിലെത്തിയപ്പോഴാണ് ത്രിപുരക്കകത്ത് മുസ്ലിങ്ങൾ വ്യാപകമായ അക്രമത്തിനിരയായത്. അവിടത്തെ മുസ്ലിങ്ങളുടെ വീടുകൾ ആക്രമിക്കപ്പെടുന്നു, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു. മുസ്ലിങ്ങളെ ജീവനോടെ ചുട്ടുകൊല്ലുന്ന ഒരു നാടിന്റെ പേരായി എങ്ങനെ ത്രിപുര മാറി? ആ ത്രിപുരയുടെ പേരിൽ ഇപ്പൊ മുസ്ലിം ലീഗ് കേരളത്തിൽ അവരോട് ഐക്യപ്പെടണമെന്ന ക്യാമ്പയിൻ നടത്തുമ്പോ നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കണം, കഴിഞ്ഞ കുറെ വർഷങ്ങളായി ത്രിപുരയിലെ മുസ്ലിങ്ങൾ സ്വസ്ഥമായി അന്തിയുറങ്ങിയത് ചെങ്കൊടിയുടെ തണലിലായിരുന്നു എന്ന് മുസ്ലിം ലീഗുകാർ സമ്മതിക്കേണ്ടി വരും. ഞങ്ങൾ ചോദിക്കട്ടെ, ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം പോയപ്പോ നിങ്ങൾ ഈ ചെറിയ മുണ്ടത്തങ്ങാടിയില്, ത്രിപുരയിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം പോയപ്പോ തിരൂരും ചെറിയ മുണ്ടത്തുമൊക്കെ ആഹ്ലാദ നൃത്തം ചവിട്ടിയവരാണല്ലോ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ. എന്താ വെസ്റ്റ് ബംഗാളിന്റെ സ്ഥിതി? വെസ്റ്റ് ബംഗാളിനകത്ത് തൃണമൂൽ കോൺഗ്രസിന്റെയും BJPയുടെയും വ്യാപകമായ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ, അവിടുത്തെ മുസ്ലിങ്ങൾക്ക് നേരെ. ബംഗാളിലാണ് പ്രിയപ്പെട്ടവരെ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ വേദനയുണ്ടാക്കുന്ന വാർത്ത പുറത്തു വന്നത്. എന്താ ആ വാർത്തയുടെ പ്രത്യേകത? ഒരു പള്ളിയിലെ ഉസ്താദ്, ആ പള്ളിയുടെ പ്രധാന കാര്യങ്ങൾ നിർവഹിക്കുന്ന ഉസ്താദ്, അദ്ദേഹത്തിന്റെ മകനെ BJPക്കാർ തട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ മകനെ BJPക്കാർ തട്ടിക്കൊണ്ടുപോയി. 2 ദിവസത്തിന് ശേഷം ആ മകന്റെ ചേതനയറ്റ ശരീരമാണ് ആ ഉസ്താദിന് തിരിച്ചു കിട്ടിയത്. ഉസ്താദിന്റെ മകന്റെ മയ്യത്ത് പള്ളിയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് കടത്തിയപ്പോ അവനെ കൊലപ്പെടുത്തിയത് RSSന്റെയും BJPയുടെയും പ്രവർത്തകരാണ് എന്ന തിരിച്ചറിവുണ്ടായപ്പോ അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർ കയ്യിൽ ആയുധവും എന്തിക്കൊണ്ട് സംഘടിച്ചു വന്നു. ഉസ്താദിനോട് ഐക്യപ്പെട്ടവർ പറഞ്ഞു, RSSകാരെ, BJPക്കാരെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ തുരത്തിയോടിക്കുമെന്ന് പറഞ്ഞ് അക്രമത്തിന് തയ്യാറായ ആ മുസ്ലിം ചെറുപ്പക്കാരോട് ഉസ്താദ് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇസ്ലാം എന്ന പദത്തിനർത്ഥം സമാധാനമെന്നാണ്. ഇസ്ലാം എന്ന പദത്തിനർത്ഥം സമാധാനമെന്നാണ്. എന്റെ മകൻ മരണപ്പെട്ടതിന്റെ പേരിൽ, എന്റെ മകൻ കൊല്ലപ്പെട്ടത് എന്റെ മാത്രം വേദനയാണ്. അതിന്റെ പേരിൽ നിങ്ങളൊരു കലാപം ഈ മണ്ണിൽ ഉണ്ടാക്കിയാൽ
എനിക്ക് ഈ ബംഗാൾ വിട്ട് പോകേണ്ടി വരുമെന്ന് ഒരു ഉസ്താദിന് പ്രഖ്യാപിക്കേണ്ടി വന്നത് ചെങ്കൊടിയുടെ തണലില്ലാത്ത ബംഗാളിലാണ് എന്ന് മുസ്ലിം ലീഗുകാർ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഞങ്ങൾ ചോദിക്കട്ടെ, എന്താ നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി? ലീഗുകാര് ഞങ്ങൾ പരാജയപ്പെടുമ്പോ നിങ്ങൾ സന്തോഷിക്കൂ, ഞങ്ങൾ പരാജയപ്പെടുമ്പോ നിങ്ങൾ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ഞങ്ങൾ ചോദിക്കട്ടെ, ഉത്തർപ്രദേശിനകത്ത് കോൺഗ്രസിന്റെ കൂടെ നിന്നിരുന്ന മുസ്ലിം ലീഗ് എന്ത് നിലപാടാണ് ഉത്തർപ്രദേശിൽ സ്വീകരിച്ചത്? പ്രിയപ്പെട്ടവരെ, ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം ഭരിക്കാൻ സാധിച്ചാൽ ഇന്ത്യ ഭരിക്കാൻ വേണ്ടി കഴിയും. ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഉത്തർപ്രദേശിൽ കോൺഗ്രസ് അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ SP-ക്കെതിരെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ എന്തേ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കാതിരുന്നത്? നിങ്ങൾ നോക്ക, ആ ഉത്തർപ്രദേശ് BJPക്ക് വീണ്ടും ഭരിക്കാൻ ഈ കേരളത്തെ കുറിച്ച് ഏറ്റവും മോശപ്പെട്ട വാചകം പറഞ്ഞ യോഗി ആദിത്യനാഥിന് വീണ്ടും ഉത്തർപ്രദേശ് ഭരിക്കാൻ, ആ ഉത്തർപ്രദേശിന്റെ ഭരണം അയാളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ പ്രവർത്തിച്ച ഇന്ത്യയിലെ 2 രാഷ്ട്രീയ പാർട്ടികളുടെ പേര് പ്രിയപ്പെട്ടവരെ, ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, രണ്ടാമത്തത് മുസ്ലിം ലീഗാണ്. ആരുടെ കൂടെയാ മുസ്ലിം ലീഗ് നിന്നത്? അസറുദ്ദീൻ ഉവൈസിയുടെ കൂടെ. അസറുദ്ദീൻ ഉവൈസിയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ BJPയുടെ ഏജന്റായ തീവ്രവാദികളുടെ നേതാവാണ് അസറുദ്ദീൻ ഉവൈസി. അയാളുടെ കൂടെ നിന്നിട്ട് അവിടുത്തെ വോട്ടുകൾ ഭിന്നിപ്പിച്ച്, നിങ്ങൾ നോക്ക്, ഇപ്പോ ഉത്തർപ്രദേശിലെ കണക്കുകൾ പുറത്തു വരികയാണ്. അവിടെ BJPക്കെതിരായി നിന്ന ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി SP 104 സീറ്റുകളിൽ പരാജയപ്പെട്ടത് 500 വോട്ടിൽ കുറവാണ്. നിങ്ങൾ നോക്കുക, 104 സീറ്റിൽ ആ പാർട്ടി ഉത്തർപ്രദേശിൽ പരാജയപ്പെട്ടത് 500 വോട്ടുകളുടെ എണ്ണത്തിൽ കുറവായിട്ടാണ്. ഞങ്ങൾ ചോദിക്കട്ടെ, കോൺഗ്രസ് SP-യുടെ കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ, മുസ്ലിം ലീഗ് SP-യുടെ കൂടെ നിൽക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ഉത്തർപ്രദേശ് വീണ്ടും യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇതാ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് കോൺഗ്രസിന് മനസ്സിലാകാത്തത്? ഈ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗിന് മനസ്സിലാവാത്തത്? എന്നിട്ടിപ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഈ കേരളത്തിൽ ഉൾപ്പെടെ പ്രസംഗിക്കുകയാണ്. നിങ്ങൾ നോക്കുക, അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഒരു റാലി സംഘടിപ്പിച്ചു. റാലി വഖഫ് ബോർഡിലെ നിയമനം PSCക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയാണ് റാലി സംഘടിപ്പിച്ചത്. ആ റാലിക്കകത്ത് വലിയ റാലി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ചില പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഈ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ചില പ്രസംഗങ്ങൾ ആ വേദിയിൽ നിന്നുണ്ടായി. മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞത്, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന സഖാവ് PA മുഹമ്മദ് റിയാസ് പിണറായി വിജയന്റെ മകളെ കല്യാണം കഴിച്ചു. ആ കല്യാണത്തെ, ആ വിവാഹത്തെ വിവാഹമെന്ന് പറയാൻ പാടില്ല, അതിനെ പറയേണ്ടത് വ്യഭിചാരമാണ് എന്ന് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് പാണക്കാട്ട് തങ്ങളുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട തങ്ങന്മാർ മുഴുവൻ ഇരിക്കുന്ന വേദിയിൽ, ഈ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഴുവൻ ഇരിക്കുന്ന വേദിയിൽ എഴുതി തയ്യാറാക്കപ്പെട്ട പ്രാസംഗികരുടെ പട്ടികയിൽ കടന്നുകൂടിയ ഈ നേതാവിന്റെ പ്രസംഗമാണ്. അയാൾ പറയുന്നത് അത് കല്യാണമല്ല, അത് വ്യഭിചാരമാണ്. അത് വ്യഭിചാരമാണെന്ന് ഉറക്ക വിളിച്ചു പറയാൻ CH മുഹമ്മദ് കോയ നമുക്ക് കൈമാറി തന്ന നട്ടല്ലിന്റെ ബലം നമ്മൾ കാണിക്കണമെന്നാണ് അബ്ദുറഹ്മാൻ കല്ലായി പറഞ്ഞത്. വളരെ സ്നേഹത്തോടുകൂടി അബ്ദുറഹ്മാൻ കല്ലായിയെ പോലുള്ള നികൃഷ്ട ജീവികളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് നട്ടല്ലിന് ബലമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പ്രസംഗപീഠത്തിന് പുറംതിരിഞ്ഞു നിന്ന് ആ വേദിയിൽ PK കുഞ്ഞാലിക്കുട്ടി ഇരുന്നിരുന്നല്ലോ. അയാളുടെ മുഖത്ത് നോക്കി നിങ്ങൾ ചോദിക്കണ്ടേ, നിങ്ങൾ ഈ കേരളത്തിൽ നടത്തിയത് വ്യഭിചാരമായിരുന്നു എന്ന് പറയാൻ എന്തേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് നാവ് പൊങ്ങാത്തത്? പാണക്കാട്ട് കുടുംബത്തിലെ ഒരിളമുറ തങ്ങൾ ഇരുന്നിരുന്നല്ലോ ആ വേദിയിൽ. നിങ്ങളെപ്പറ്റി പുറത്തു വന്ന വാർത്ത
വ്യഭിചാരത്തിന്റെ വാർത്തയാണ് എന്ന് ആ തങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ എന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് പറ്റാതെ പോയത്? പിന്നെ ഒരു നേതാവ് പ്രസംഗിച്ചു, അയാളുടെ പേര് KM ഷാജി എന്നാണ്. നിങ്ങൾ നോക്ക, KM ഷാജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. KM ഷാജി അതിവൈകാരികമായി പ്രസംഗിക്കും. ഞങ്ങളൊന്നും പ്രസംഗിക്കുന്നത് പോലെയല്ല, അതിവൈകാരികമായി ഈ മുസ്ലിം ജനസാമാന്യത്തിനെ, അവരുടെ മതബോധത്തെ ഉള്ളിൽ നിന്നുണർത്തിക്കൊണ്ട് വർഗീയമായി പ്രസംഗിക്കുന്നയാളാണ് KM ഷാജി. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. ഏതെങ്കിലും ചെറുപ്പക്കാർ SFIയിലേക്ക് കടന്നുപോയാൽ, ഏതെങ്കിലും ചെറുപ്പക്കാർ DYFIയിലേക്ക് കടന്നുപോയാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ ചെറുപ്പക്കാർ സാമൂഹ്യ വിരുദ്ധരായിട്ട് മാറുകയാണ് എന്ന്. ഏതെങ്കിലും ചെറുപ്പക്കാരൻ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ, ആ പരിസരത്ത് നിന്ന് പോയാൽ അവൻ ദീനീ മാർഗത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് KM ഷാജിയുടെ പ്രസംഗം. അതിന്റെ കൂട്ടത്തിൽ അയാൾ പറയുന്നുണ്ട്, എന്താ DYFIക്കാരന്റെ മുദ്രാവാക്യം? DYFIക്കാരന്റെ മുദ്രാവാക്യം മതമല്ല, മതമല്ല, മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. ഇതാണ് DYFIക്കാരുടെ മുദ്രാവാക്യം. ഇത് KM ഷാജി പറയുകയാണ്. ഏറെ അഭിമാനത്തോടുകൂടി മിസ്റ്റർ KM ഷാജി, അതുതന്നെയാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. മതമല്ല, മതമല്ല, മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. തൊട്ടടുത്ത പള്ളിയിൽ ബാങ്ക് മുടങ്ങിയപ്പോ ഞങ്ങൾ പ്രസംഗം നിർത്തിയല്ലോ. എന്തിന്റെ പേരിലാ ഞങ്ങൾ പ്രസംഗം നിർത്തിയത്? ആ മതപരമായ ആരാധനയോടുള്ള ബഹുമാനത്തിന്റെ പേരിലാണ് ഞങ്ങൾ പ്രസംഗം നിർത്തിയത്. അതിനുശേഷമാണ് ഞങ്ങൾ പ്രസംഗം തുടരുന്നത്. ഞങ്ങളിൽ മതത്തിൽപ്പെട്ടവരുണ്ട്, മതവിശ്വാസികളുണ്ട്, വിവിധ മതക്കാരുണ്ട്, മതത്തിൽ വിശ്വസിക്കാത്തവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയും, മതമല്ല, മതമല്ല, മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. എന്നാൽ മിസ്റ്റർ KM ഷാജി, നിങ്ങൾ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചല്ലേ? നിങ്ങൾ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചല്ലേ? ഇസ്ലാം മതത്തെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ പ്രസംഗിക്കുന്ന വേദിയിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ടല്ലോ. പ്രസംഗിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ആ വേദിയിൽ ഇരിക്കുന്ന ഈ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ എത്ര നേതാക്കന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ കൈബാക്കി വരും എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. പ്രിയപ്പെട്ടവരെ, KM ഷാജിക്കെതിരെ എന്തിനാണ് ED അന്വേഷണം നടത്തുന്നത്? തന്റെ മണ്ഡലത്തിൽ ഒരു സ്കൂളിൽ +2 അനുവദിക്കാൻ KM ഷാജി 25 ലക്ഷം രൂപ കോട വാങ്ങി. എന്തിനാ പണം വാങ്ങിയത്? മുസ്ലിം ലീഗിന്റെ ഓഫീസ് ഉണ്ടാക്കാൻ. അത് ഓഫീസ് ഉണ്ടാക്കാൻ കൊടുക്കാതെ വന്നിട്ട് സ്വന്തം പോക്കറ്റിലേക്ക് ഇട്ടപ്പോ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് KM ഷാജിക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് നിങ്ങളുടെ നേതാവ് MC കമറുദ്ദീന്റെ പ്രത്യേകത എന്താ? MC കമറുദ്ദീന്റെ പേരിൽ വിജിലൻസ് കേസുണ്ടല്ലോ. കേരളത്തിലെ പോലീസ് 142 കേസെടുത്തിരിക്കുന്നു MC കമറുദ്ദീന്റെ പേരിൽ. ആര് കൊടുത്ത കേസാ? കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്ത കേസല്ല, DYFIക്കാർ കൊടുത്ത കേസല്ല. നല്ല മുസ്ലിം ലീഗിന്റെ തറവാട്ടിൽ പറന്ന മനുഷ്യർ, അവരുടെ പണം അവർ ഗൾഫിൽ പോയി സമ്പാദിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ആ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ജീവിതം മുന്നോട്ട് നീക്കാമെന്ന് തീരുമാനിച്ച് ഈ കമറുദ്ദീന്റെ കയ്യില്, കമറുദ്ദീൻ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സ്വർണ്ണ വ്യാപാരം തുടങ്ങിയപ്പോ, ജ്വല്ലറി തുടങ്ങിയപ്പോ അവരുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുത്തതാണ്. മാസം 5000 രൂപ ലാഭം തരാം, മാസം 10000 രൂപ ലാഭം തരാം, അങ്ങനെ പറഞ്ഞിട്ടാണ് പണം കൊടുത്തത്. ആ പണം തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ 142 കേസെടുത്തിരിക്കുന്നു MC കമറുദ്ദീന്റെ പേരിൽ. പണം കട്ടതിനാണ് കേസ്. ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ നോക്ക, നിങ്ങളുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പാലാരിവട്ടം പാലം ഒന്നിച്ചു വിഴുങ്ങിയ മുസ്ലിം ലീഗിന്റെ നേതാവാണ് പ്രിയപ്പെട്ടവരെ ഇബ്രാഹിം കുഞ്ഞ്. ഇസ്ലാമിക നിയമം നടപ്പിലാക്കിയാൽ എന്തായിരിക്കും സ്ഥിതി? പാലാരിവട്ടം പാലം എത്ര വർഷത്തേക്ക് ഉണ്ടാക്കിയ പാലമാണ്? എന്തേ 2 വർഷം കൊണ്ട് പാലം പൊളിക്കേണ്ടി വന്നത്? 2 വർഷം കൊണ്ട് പാലം പൊളിച്ച് ആ പാലത്തിന്റെ സ്ഥാനത്ത് ഒരു പുതിയ പാലം 9 മാസത്തെ സമയം അനുവദിച്ച് 6 മാസം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ ഉദ്ഘാടനം നടത്തി. ഞങ്ങൾ ചോദിക്കട്ടെ, ആ പാലം പൊളിക്കാൻ എന്തായിരുന്നു കാരണം? ഇബ്രാഹിം കുഞ്ഞ് നടത്തിയ അഴിമതിയല്ലേ?
ചന്ദ്രിക ഓഫീസിലെ ജീവനക്കാർ, ചന്ദ്രിക ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമ്പോ അവിടെ വന്ന് പട്ടിണി കിടന്ന് സമരം ചെയ്യുന്നു. എന്താ കാരണം? ചന്ദ്രികയിലെ കള്ളപ്പണം ഇതാ ഈ മലപ്പുറം ജില്ലയിലെ AR നഗർ ബാങ്ക് ഉൾപ്പെടെയുള്ള ആ ബാങ്കിൽ ഉൾപ്പെടെ നിക്ഷേപിച്ച് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നിങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ കള്ളമാണ്, നടത്തിയ അഴിമതിയാണ്. അതിന്റെ പേരിലാണ് അവർ സമരം നടത്തുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ഏത് ഇസ്ലാമിനെ കുറിച്ചാ പറയുന്നത്? ഇസ്ലാമും മുസ്ലിം ലീഗും തമ്മിൽ എന്ത് ബന്ധാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലുള്ളത്? ഈ രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. പിന്നെ KM ഷാജിക്ക് മതമാണ് KM ഷാജിക്ക് പ്രശ്നം. അതിന്റെ കാരണം മതം പറഞ്ഞ് ഈ കേരളത്തിലെങ്കിലും അധികാരത്തിൽ വരണം, മതം പറഞ്ഞ് ഈ കേരളത്തിലെങ്കിലും MLA-മാരുണ്ടാവണം, മതം പറഞ്ഞ് ഈ കേരളത്തിൽ ഭരണത്തിലെത്തിയാൽ മന്ത്രിമാരാകണം, അതിന്റെ പേരിൽ പണമുണ്ടാക്കണം, അഴിമതി നടത്തണം. ഇതിനല്ലാതെ എന്തിനാണ് മുസ്ലിം ലീഗ് നമ്മുടെ നാട്ടിൽ മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ നോക്ക, സ്റ്റുഡൻസ് പോലീസ് എന്ന സംവിധാനം ഇതാ കേരളത്തിലുണ്ട്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ സ്റ്റുഡൻസ് പോലീസ് എന്ന സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ വാദമാണ് സ്റ്റുഡൻസ് പോലീസിൽ ഹിജാബ് ഉൾപ്പെടെയുള്ള വസ്ത്രത്തിന് അനുമതി വേണം. അങ്ങനെ ഒരു വാദം നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോ ഞങ്ങൾ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ ആദ്യത്തെ ഗവൺമെന്റിന് മുമ്പ് ഈ കേരളം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയല്ലേ? അന്ന് PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയല്ലേ? അന്ന് അബ്ദുറബ്ബ് മന്ത്രിയല്ലേ? എന്തേ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ നിങ്ങൾ ഈ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ആ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൽ ഇത്തരം ഒരു വേഷം വേണമെന്ന നിയമം കൊണ്ടുവരാതിരുന്നത്? അപ്പൊ ഇടതുപക്ഷം വരുമ്പോ പോലീസിലുള്ള മുസ്ലിങ്ങൾക്ക് താടി വെക്കണം, സ്റ്റുഡൻസ് പോലീസ് സംവിധാനത്തിൽ മുസ്ലിം വേഷം ധരിക്കണം. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ എന്തേ നിങ്ങൾ ഇതൊക്കെ മറന്നു കളയുന്നു എന്ന ചോദ്യമാണ് ഞങ്ങൾ DYFI-ക്കാർ ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ നാട് അതിഭീകരമായ അവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP-യുടെ കാവിക്കൊടി ഇന്ത്യ നാടിന്റെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അവർ പ്രഖ്യാപിക്കുകയാണ് 2024 2024 ഇന്ത്യയിൽ വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരും. പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ വരും. 2025 RSS ഈ രാജ്യത്തുണ്ടായിട്ട് 100 വർഷം തികയാൻ പോകുകയാണ്. അങ്ങനെ 100 വർഷം തികയുന്ന 2025 ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകുമെന്ന് RSS പ്രഖ്യാപിക്കുമ്പോ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമല്ല എന്ന് പ്രഖ്യാപിക്കേണ്ട രാഹുൽ ഗാന്ധി എന്തേ വലിയ പൊട്ടുതൊട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പ്രചാരണം ആരംഭിക്കുന്നു? ഈ ചോദ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ റാലിയിൽ പങ്കെടുത്ത പ്രവർത്തകർക്ക് മുമ്പിൽ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന ദുർഗാദേവി ശ്ലോകം ചൊല്ലി കോൺഗ്രസിന്റെ റാലി അഭിസംബോധന ചെയ്യുന്നത്? എന്തിന്റെ പേരിലാണ്? ഏതിന്ത്യയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ആർക്കാണ് നിങ്ങൾ പ്രതിരോധം തീർക്കുന്നത്? ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണമെന്ന് പ്രഖ്യാപിക്കുന്ന RSS-ഉം ദുർഗാദേവി ശ്ലോകം ചെല്ലുന്ന പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ എന്തു വ്യത്യാസമാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്ത് കാണാൻ വേണ്ടി കഴിയുക? ഡൽഹിയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലും RSS-ന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മതപാർലമെന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതാ ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാകണം. അതിനുവേണ്ടി ഈ മതപാർലമെന്റിൽ പങ്കെടുക്കുന്ന നമ്മൾ മുഴുവൻ കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറാവണം. പറഞ്ഞതിന്റെ മലയാളം അവരൊരു പ്രമേയത്തിലൂടെ വിശദീകരിച്ചു. ഇന്ത്യ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് രാജ്യത്തെ 20 കോടി വരുന്ന മുസ്ലിങ്ങളാണ്. അവരെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഈ രാജ്യത്ത് ഹിന്ദുരാഷ്ട്രമെന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്ന അങ്ങേയറ്റം വർഗീയത തുളുമ്പുന്ന ഒരു പ്രമേയം ഡൽഹിയിലും ഹരിദ്വാറിലും RSS-ന്റെ നേതൃത്വത്തിൽ പാസാക്കിയിട്ട് എന്തേ ഒരു കേസ് പോലും ആ മതപാർലമെന്റിനെതിരെടുക്കാൻ കേന്ദ്രം ഭരിക്കുന്ന RSS ഗവൺമെന്റ് തയ്യാറാകാതെ പോയത്? അത്തരം ഒരു ആസുരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മതേതര പ്രസ്ഥാനങ്ങൾ ഭിന്നിച്ചു നിൽക്കാൻ പാടില്ല. മതേതര പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് RSS എന്ന മഹാവിപത്തിനെ നേരിടേണ്ട ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് DYFI-യുടെ സമ്മേളനങ്ങൾ ചേരുന്നത്.
ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇന്ത്യ രാജ്യത്ത് ഏത് സംസ്ഥാനത്ത് ഒരു സീറ്റിൽ പോലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമാക്കുന്ന RSS അജണ്ടയ്ക്കെതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ അവന്റെ അവസാനത്തെ തുള്ളിച്ചോരയും ഈ മണ്ണിലുറ്റി വീണിട്ട് ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് DYFIയുടെ സമ്മേളനം സമാപിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ യുവജന പ്രസ്ഥാനത്തെ സഹായിച്ച മുഴുവൻ ആളുകളും ഞങ്ങളുടെ കൂടെയുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് DYFIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.